Hi everyone, this is Rinsi from Groww Malayalam channel. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിന്റെ ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആശ്വാസമായിരുന്നു മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ഈ മെഡിക്കൽ ഇൻഷുറൻസിൽ കവർ ആയിക്കോളും എന്നുള്ളത്. അപ്പോൾ അവരുടെ ഇൻഷുറൻസ് പ്രൊവൈഡർ അവരുടെ ബിൽസ് എല്ലാം നോക്കിക്കൊള്ളും എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്താണ് അവർ അറിയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയി എന്നുള്ളത്. സോ ഇനിയിപ്പോൾ അവർ അവരുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അടച്ചേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട് വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പലരും ഇങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങളുടെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസും കവർ ചെയ്തോളുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ആക്ച്വലി ഈ ഹെൽത്ത് ഇൻഷുറൻസ് റിജക്ഷൻ എന്ന് പറയുന്നത് പലരുടെയും ഒരു കോമൺ പ്രശ്നമാണ്. അത് ഒരുപാട് ആളുകളെ അതുപോലെ തന്നെ ഫാമിലികളിലേക്ക് ബാധിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ പലതാവാം. അതിപ്പോ തെറ്റായ ഇൻഫോർമേഷൻ മുതൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കോംപ്ലക്സ് പോളിസി റെഗുലേഷൻസ് വരെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്ഷന്റെ കാരണങ്ങളാവും പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് ആദ്യം പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ക്ലെയിം റിജക്റ്റ് ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്ഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ടിപ്സും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് നോക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്ഷന്റെ കോമൺ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് അസുഖം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ ട്രീറ്റ്മെന്റ് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭാവിയിലുള്ള എമർജൻസിക്ക് വേണ്ടിയിട്ട് അതായത് മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ നിങ്ങളുടെ ക്ലെയിം ലാസ്റ്റ് നിമിഷം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്ഷന്റെ 6 കാരണങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ കാരണം എക്സ്ക്ലൂഷൻസിനെ കുറിച്ച് അറിയാത്തതാണ്. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ നമുക്ക് കവറേജ് ലഭിക്കാത്ത കുറെ അസുഖങ്ങളുണ്ട്. അപ്പൊ ഇത് പോളിസിയിൽ നോട്ട് കവേർഡ് എന്ന സെക്ഷനിൽ സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇതിനാണ് നമ്മൾ എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ചില പ്ലാനുകൾ അല്ലെങ്കിൽ പോളിസികളിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. സോ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷന് നിങ്ങൾ ക്യാഷ്ലെസ് ക്ലെയിം ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്ഷൻ ആവാം അത്. ഇനി അടുത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആണ്. അതായത് ഇപ്പം ഇൻഷുർഡ് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, കാർഡിയോ വാസ്കുലർ കണ്ടീഷൻ, ഹൈപ്പർ ടെൻഷൻ ഒക്കെ മുമ്പുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങളിപ്പോൾ മുമ്പ് എന്തെങ്കിലും ഒരു മേജർ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഒരു പുതിയൊരു രോഗം നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം ഇൻഷുറൻസ് റിന്യൂവൽ സമയത്ത്. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഇൻഷുറൻസിന്റെ അടുത്ത് ഹെൽത്ത് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലെയിം റിജക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചില പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനൊക്കെ പെർമനന്റ് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ ഡീറ്റെയിൽ അതൊക്കെ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത റീസൺ നമുക്ക് നോക്കാം. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാനുള്ള കുറച്ച് കോമൺ റീസൺ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ലൈക്ക് ഇപ്പൊ ഏജ്, ഒക്യുപ്പേഷൻ, ഇൻകം, കറന്റ് ഇൻഷുറൻസ് പ്ലാൻസ്, അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായി ഡിസ്ക്ലോസ് ചെയ്യുകയോ ചെയ്താലാണ്. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് തരുന്നത് പ്രൊപ്പോസൽ ഫോമിലുള്ള വിവരങ്ങൾ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആക്ച്വൽ ഇൻഫോർമേഷൻ അതുപോലെ തന്നെ ഡിക്ലറേഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ലെയിം ഫയൽ ചെയ്യുന്ന ടൈമിൽ അത് റിജക്റ്റ് ആവാം. അപ്പം ഇതിനുള്ള ഒരു ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോം ഫയൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക എന്നത് മാത്രമാണ്. അതുപോലെ ഇൻഷുറൻസ് ക്ലെയിമിന്റെ സമയത്ത് നിങ്ങൾ തെറ്റായ ഡോക്യുമെന്റ്സ് അതുപോലെ വിവരങ്ങളൊക്കെയാണ് കൊടുത്തതെങ്കിൽ നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ക്ലെയിം സബ്മിറ്റ് ചെയ്യും മുമ്പ് എല്ലാ വിവരങ്ങളും നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യണം. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത കാരണം ടൈമിന് നിങ്ങൾ ഇൻഷുറൻസിനെ ഇൻഫോം ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അത് ക്ലെയിം റിജക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാരണമാവാം. ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മൾ ടെൻഷനിലൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ടെൻഷന്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രെയിനൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഈ പോളിസിയെ പറ്റിയിട്ടും അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഇൻഷുറൻസ് പോളിസിയിൽ ഇൻഷുർഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് 24 മണിക്കൂറിനുള്ളിൽ ക്ലെയിം ചെയ്യണം എന്നാണ്. ചില കേസിൽ 48 മണിക്കൂറിനുള്ളിലും. അപ്പോൾ ഫയൽ ചെയ്യാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം റിജക്ഷൻ ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സമയത്തിനുള്ളിൽ തന്നെ ഇൻഷുറൻസിന്റെ അടുത്ത് ഇൻഫോം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ ക്ലെയിം റിജക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബിൽസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ക്ലെയിം എസ്പെഷ്യലി റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ഒക്കെ റിജക്റ്റ് ആവുന്ന ഡോക്യുമെന്റ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മിസ്സിംഗ് ആയി പോയതുകൊണ്ടൊക്കെ ആവും. അപ്പോൾ പോളിസി ഹോൾഡർ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും മെയിൻറ്റെയിൻ ചെയ്യണം. ഡോക്ടർ കൺസൾട്ടേഷൻ ലെറ്റർ, ടെസ്റ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ക്ലെയിം സ്മൂത്ത് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു പ്രിഫേർഡ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക. അങ്ങനെ
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഒരു ബെറ്റർ റേറ്റും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ചില ചാർജ് ഒക്കെ ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ക്ലെയിം റിജക്ട് ആവാനുള്ള ലാസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡിന്റെ സമയത്ത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടാവും. സോ എന്താണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് റിജക്ട് ആവുന്നത്? അപ്പം ഇതൊക്കെയാവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം വന്നിട്ടുണ്ടാവുന്ന ചോദ്യം അല്ലേ? സോ എന്താണ് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇൻഷുറൻസ് പ്ലാനിൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കവർ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഇൻഷുറൻസ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഒക്കെ വെയിറ്റിംഗ് പീരീഡിന് ശേഷവും കവർ ചെയ്യുന്നത്. അപ്പം വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇൻഷുറൻസ് കമ്പനികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഈ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അതായത് ഈ ഡ്യൂറേഷൻ വരുന്നത് അതനുസരിച്ചിട്ടാണ്. സോ നിങ്ങളിപ്പം വെയിറ്റിംഗ് പീരീഡിലുള്ള ഒരു മെഡിക്കൽ കണ്ടീഷന് നിങ്ങൾ ക്ലെയിം റേസ് ചെയ്താൽ നിങ്ങളുടെ ക്ലെയിം റിജക്ട് ആവാം. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ആവാനുള്ള കുറച്ച് കാരണങ്ങൾ. അപ്പം ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് നമ്മളോട് ഒരു പോളിസി എടുക്കും മുമ്പ് നമ്മളോട് പറയാറുള്ളത് എല്ലാ പോളിസി റിലേറ്റഡ് ഡോക്യുമെന്റ്സും സൂക്ഷിച്ച് വായിക്കാൻ വേണ്ടി പറയാനുണ്ട്. അപ്പൊ പക്ഷേ നമ്മൾ പല ആളുകളും അങ്ങനെ വായിക്കാറില്ല ഇത്. ഇപ്പോൾ പോളിസി ഡോക്യുമെന്റ്സിൽ പോളിസി ഹോൾഡർ അറിഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇൻക്ലൂഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ്, എക്സംഷൻസ് ഒക്കെ. പക്ഷേ നമ്മൾ പല ആളുകളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശരിക്കും വായിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പോളിസി ക്ലെയിം റിജക്ട് ആവുന്നത്. സോ നിങ്ങൾ ഈ ഒരു തെറ്റ് നിങ്ങൾ വരുത്താതെ നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് എല്ലാം വായിക്കുക. അങ്ങനെയെങ്കിൽ ഭാവിയിൽ നമുക്ക് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ എങ്ങനെ റിജക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാന്നുള്ളത്? കാരണം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയാറ്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ക്ലെയിം റിജക്ഷൻ അവോയ്ഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഡോക്യുമെന്റ്സ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കുക. എന്നിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ, എക്സ്ക്ലൂഷൻസ്, ഡിഡക്റ്റബിൾസ് അതുപോലെ കോ പേയ്മെന്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇനി അടുത്ത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ ഓൺ ടൈമിനുള്ളിൽ തന്നെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ലൈക്ക് ഇപ്പോൾ പേര്, അഡ്രസ് ഒക്കെ എല്ലാ ഡോക്യുമെന്റ്സിലും സെയിം ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ഫോമിൽ സബ്മിറ്റ് ചെയ്യും മുമ്പ് എല്ലാ ഇൻഫോർമേഷൻസും ശരിയല്ലേ എന്നുള്ള 2 തവണ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത നിങ്ങൾ ടൈമിനുള്ളിൽ തന്നെ, അതായത് ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ക്ലെയിം റിക്വസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അടുത്ത നിങ്ങളുടെ എല്ലാ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് അതുപോലെ പ്രൂഫ് ലൈക്ക് ഇപ്പോൾ മെഡിക്കൽ ബിൽസ്, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കളക്ട് ചെയ്യുക. അടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സിന്റെ കോപ്പി നിങ്ങളുടെ അടുത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇനി അടുത്ത് നിങ്ങളുടെ ഒരു പോളിസി എടുക്കാൻ നേരത്ത് നിങ്ങൾ കള്ളം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ശരിയായ കവറേജ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പം ക്യാഷ്ലെസ് പോളിസി അതുപോലെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ക്ലെയിമിന്റെ സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇതൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ടിപ്സ്. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്തു അത് റിജക്ട് ആയാൽ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, എസ്പെഷ്യലി ആ ഒരു സമയത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുടെ ക്ലെയിം ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രൊവൈഡർ ഇത് റിജക്ട് ചെയ്യുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പക്ഷേ എങ്ങനെ IRDA ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം? IRDA ഒരു ഗ്രീവൻസ് റെസിഡൻഷ്യൽ മെക്കാനിസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോളിസി ഹോൾഡറിന് അവരുടെ കംപ്ലൈൻസ് അവിടെ ചെയ്യാം. ഇപ്പോൾ പോളിസി ഹോൾഡറിന് ഇൻഷുറൻസിന്റെ എഗ്നസ്റ്റ് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ കംപ്ലൈൻസ് അല്ലെങ്കിൽ ഗ്രീവൻസ് റെസിഡൻഷ്യൽ സെല്ല് ആദ്യം കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ റീസണബിൾ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ഒന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കമ്പനിയുടെ റെസ്പോൺസ് ആയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ IRDA പോളിസി ഹോൾഡർ പ്രൊട്ടക്ഷൻ ഗ്രീവൻസ് റെസിഡൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഗ്രീവൻസ് റെസിഡൻഷ്യൽ സെല്ലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ 4 മാർഗ്ഗങ്ങളുണ്ട്. ആദ്യം നിങ്ങൾക്ക് IRDA പോർട്ടലിൽ ബീമ ഭരോസ സിസ്റ്റം യൂസ് ചെയ്യാം. അതായത് ഈ ഒരു സൈറ്റിൽ bimabharosa.irda.gov.in നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈൻസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടുന്ന്. ഇനി അടുത്ത് നിങ്ങളുടെ കംപ്ലൈന്റ് നിങ്ങൾക്ക് complaints@irda.gov.in നിങ്ങൾക്ക് അയക്കാം. അടുത്ത് നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള 1555255 അതുപോലെ തന്നെ 1800425473 വിളിക്കാം. അടുത്ത് നിങ്ങളുടെ ഫിസിക്കൽ കംപ്ലൈന്റ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിന് ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു മെഡിക്കൽ കോസ്റ്റ് വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. പക്ഷേ ക്ലെയിം പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങളുടെ ക്ലെയിം റിജക്ട് ആവാം. സോ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റിജക്ഷൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പ്ലാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ നമുക്ക് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.